ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ത്രോ പ്ലെയിൻ ആണ്. അപ്പം ഇതാണ് നമ്മുടെ ത്രോ പ്ലെയിൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ബിൽഡ് ചെയ്യുന്നതെന്നും ഇതെങ്ങനെ ഫ്ലൈ ചെയ്യുന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു ഡെപ്രോൺ ഷീറ്റിലോട്ട് നമ്മൾ ത്രോ പ്ലെയിൻ്റെ ഡ്രോയിങ് വരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ PDF ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വിങ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ വിങ്ങിൻ്റെ ബാക്ക് വശത്തൊരു റൗണ്ട് ഷേപ്പിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വിങ് നല്ലൊരു ഡിസൈന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനതും കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. ഇനി നമുക്കൊരു കളർ സെലോട്ടേപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് സ്റ്റിക്കർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്കർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഭാഗം മാത്രം സ്റ്റിക്കർ ചെയ്താൽ മതിയായിരിക്കും, ബാക്കിലെ ഭാഗം സ്റ്റിക്കർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്യൂസലേജും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്യൂസലേജ് ഒരു കളർ സെലോട്ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്റ്റിക്കർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഇതുപോലെ തന്നെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അതും ഒന്ന് കളർ സെലോടൈപ്പ് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് സ്റ്റിക്കർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ PDF-ൽ ഇതുപോലെ 2 ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഭാഗം കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഡിസൈനിൽ ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസർ കിട്ടും. അതിനുശേഷം നമുക്ക് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറും ഇതുപോലെ തന്നെ ഒരു കളർ സെലോടൈപ്പ് ഉപയോഗിച്ച് സ്റ്റിക്കർ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ സ്റ്റെബിലൈസറിൻ്റെ മുകളിലായിട്ട്, അതായത് സെൻട്രലായിട്ട് ഇതുപോലെ വെച്ച് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്യൂസലേജിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗത്തായിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഏറ്റവും ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വിങ് ഫ്യൂസലേജിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്യൂസലേജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് പുറകോട്ട് ഇറക്കി വേണം നമ്മൾ വിങ് ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ വിങ് നന്നായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്ലെയിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു വെയിറ്റ് വിങ്ങിന് താഴെയായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് 0.8 സെൻറ്റിമീറ്റർ വിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ബാക്കിലോട്ട് അളന്നിട്ട് നമ്മളൊന്ന് 2 കയ്യിലൊന്ന് വെച്ച് നോക്കണം. അപ്പം പ്ലെയിൻ നേരെ നിൽക്കാമെന്ന് നോക്കണം. ഇനി നമുക്ക് ഈ വെയിറ്റ് ഇതുപോലൊരു ഹോൾ ഇട്ടിട്ട് ഞാനിപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്ലെയിൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ഫ്ലൈയിങ് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം നമുക്ക് നേരെ ഏതായാലും ഇതൊന്ന് പറത്തി നോക്കാം. എറിഞ്ഞോ? ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്യണം. പുതിയതായിട്ടാണെങ്കിലും ചാനൽ വീഡിയോസൊക്കെ കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.